വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണ ജാഥ, കേരളത്തിൻ്റെ വികസന മുന്നേറ്റ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. 2 ജാഥകൾ കൂടി 3-ാം തീയതിയും 6-ാം തീയതിയും ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് 16-ാം തീയതിയോടുകൂടി എല്ലാ ജാഥകളും സമാപിക്കുകയാണ്. കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. അതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഇപ്പോൾ ബഹുമാന്യനായ ഉദ്ഘാടകൻ സഖാവ് പിണറായി നിങ്ങളോട് സംസാരിച്ചത്. ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും നടക്കാത്ത രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമായിട്ട് വേറിട്ട് നിൽക്കുകയാണ്. ഈ വേറിട്ട് നിൽക്കുന്ന കേരളത്തെ ഇനിയും അങ്ങോട്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ശക്തികളുടെ അതിശക്തമത്തായ മുന്നേറ്റം കുറിക്കാൻ വേണ്ടി ഫലപ്രദമായിട്ട് അതേ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും എന്ന പ്രഖ്യാപനമാണ് ഈ ജാഥയിലെ 1-ാമത്തെ കാര്യം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യൻ. അതുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്ന് ഇന്ത്യയിലുടനീളം നടത്തുന്ന ഈ ശ്രമകരമായ ജോലിയോടൊപ്പം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമത്തായ രീതിയിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് നിങ്ങളുടെ പിന്തുണ വേണം എന്നാണ് ഞങ്ങൾ ഉയർന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 2-ാമത്തെ കാര്യം, മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തെ നിലനിർത്തി സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ ഈ കേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്നതാണ് വികസനത്തെ പറ്റിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. അല്ലാതെ 1-ാമത്തെ ഗവൺമെൻറ്, 2-ാമത്തെ ഗവൺമെൻറ്, 3-ാമത്തെ ഗവൺമെൻറ് എന്ന രീതിയിലല്ല ഞങ്ങളതിനെ കാണുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും അതുപോലെ BJP-യുടെയും ഗവൺമെൻറ്റുകൾ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരായി ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും മാറ്റാനാണ് ഈ കാലം അത്രയും ശ്രമിച്ചത്. അവരുടെ വികസന പരിപ്രേക്ഷ്യം അതാണ്. വലിയ കുത്തക മുതലാളിമാരെ വളർത്തുക, ലോകത്തെ തന്നെ വലിയ മുതലാളിമാരായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അതാണ് വലതുപക്ഷം, അതായത് കോൺഗ്രസും BJP ഉൾപ്പെടെ ഈ ഇന്ത്യയിലും രാഷ്ട്രത്തിലാകെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ, മഹാഭൂരിപക്ഷം സമ്പത്തും ഇവരുടെ കയ്യിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തിക്കുക, ഭൂപ്രഭുക്കളുടെ കയ്യിലെത്തിക്കുക, സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികളുടെ കൈകളിലേക്ക് ഈ സമ്പത്ത് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ശ്രമം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക, അധ്വാനിക്കുന്ന പാവപ്പെട്ടവരെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുക. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട്. ഒരു ഭാഗത്ത് കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറുഭാഗത്ത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ്റുകളെയും അതിൻ്റെ അധികാരത്തെയും ഉപയോഗിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേരളം വളരണം, ലോകോത്തരമായ രീതിയിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണം. അതിന് സാധിക്കത്തക്ക രീതിയിൽ ആദ്യം ഞങ്ങൾ കണ്ടത് പശ്ചാത്തല സൗകര്യം വികസിക്കണം. അതിന് കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമ്മളോട് ശത്രുതാപരമാണ്, യുദ്ധപ്രഖ്യാപനമാണ്. ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ കാര്യം സഖാവ് പിണറായി ഇവിടെ വിശദീകരിച്ചു, ഞാനത് വിശദീകരിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് എടുക്കുന്ന നിലപാടല്ല
ഒരു ബദൽ നയം വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് അവരെടുക്കുന്ന നിലപാട്. നമുക്ക് കേരളത്തെ കേന്ദ്രത്തിൻ്റെ ഈ അവഗണനയെല്ലാം ഉണ്ടെങ്കിലും ഈ അവഗണനയെ അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ വിഭവശേഷി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഒന്നുപോലും മാറാതെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല, നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം. അതിന് ഭാവനാപൂർണമായ നിലപാടുകൾ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ നമുക്കാവില്ല. കേരള ഖജനാവിലാണെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള ഫണ്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവനാപൂർവ്വം എന്ത് ചെയ്യാനാവും നമുക്ക് കേരളത്തിൽ? അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, കേരളത്തിൽ മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് കിഫ്ബി. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ കിഫ്ബിയെ നമുക്ക് എങ്ങനെ വികസനത്തിൻ്റെ പന്ഥാവിലേക്ക് ഉയർത്താം? സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ 96,000 കോടി ഉറുപ്പിക, കേന്ദ്ര ഫണ്ടല്ല, സംസ്ഥാന ഫണ്ടുമല്ല, കിഫ്ബിയുടെ ഭാഗമായിട്ട് സ്വരൂപിക്കപ്പെട്ട പണം 96,000 കോടി ഉറുപ്പിക കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി, നമുക്ക് പാലത്തിന് വേണ്ടി, നമുക്ക് റോഡിന് വേണ്ടി, ഈ നാഷണൽ ഹൈവേ 66 വേണ്ടി 5,680 കോടി ഉറുപ്പിക കൊടുത്തത് ഈ കിഫ്ബിയാണ്. അതില്ലെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല, നാഷണൽ ഹൈവേ ഉണ്ടാവില്ല. ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ 96,000 കോടി ഉറുപ്പിക കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാവനാപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായി 96,000 കോടി. അപ്പോഴാണ് ആശുപത്രി കെട്ടിടമായത്, അതുകൊണ്ടാണ് പാലായത്, അതുകൊണ്ടാണ് റോഡ്, ലോകോത്തരമായ റോഡ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് എല്ലാ മണ്ഡലത്തിലും 140 മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടായി. പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായിട്ട് വന്നു